ഹലോ മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. കുറച്ചധികം നാളുകളായി ബ്ലോഗ് ആക്റ്റീവ് ആക്കണം എന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ അതിനൊരു അവസരം കിട്ടിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നത്, ഞാൻ എൻ്റെ ചാനലിൻ്റെ പേരൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ചാനലിൻ്റെ പേര് വരുന്നത് ഹോക്കറാസ് എന്നാണ്. ഫുൾ ഫോം വേറൊന്നുമല്ല, ഹെൽത്ത് ആൻഡ് വെൽത്ത് ക്രിയേഷൻ ആൻഡ് റിട്ടൻഷൻ ഓട്ടോമേറ്റഡ് സിസ്റ്റം എന്നാണ്. അത് സിംപ്ലിഫൈഡ് ആയിട്ട് എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു ടേം തന്നെയാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് പറഞ്ഞത്. അതായത് നല്ല ഹെൽത്ത് വേണം, വെൽത്ത് വേണം, അത് ഉണ്ടാക്കണം, അത് നിലനിർത്തണം, അത് ഓട്ടോമേറ്റ് ചെയ്തൊരു ബിസിനസ് പോലെ ആക്കിയിട്ട് അവസാനം റിട്ടയർമെൻറ്റ് ചെയ്യണം. ഈ ഒരു കാര്യത്തിനെയാണ് ഞാൻ ഹോക്കറാസ് എന്നൊരു വാക്ക് കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഒന്ന് പറഞ്ഞോട്ടെ, നമുക്ക് മൂല്യം കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്യണം. ഒന്നാമത്തെ കാര്യം, ഏതൊരു സ്ഥാപനത്തിലാണെന്നുണ്ടെങ്കിലും എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും റവന്യൂ കൂടുതൽ കിട്ടണം, സാലറിയേക്കാൾ കൂടുതൽ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ഥാപനത്തിന് വേണ്ടി അതിനേക്കാൾ മൂല്യവത്തായിട്ട് ആ സ്ഥാപനത്തിൽ എന്താണോ പ്രോഡക്റ്റ് ഉള്ളത്, സർവീസ് ഉള്ളത്, അത് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ആ സ്ഥാപനത്തിന് റവന്യൂ കൂട്ടിക്കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്ന കാര്യങ്ങൾ. അതിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മാനേജ്മെന്റ് സാറ്റിസ്ഫൈഡ് ആവും. അതിലൂടെ നമുക്ക് മറ്റൊരു ഓപ്പർച്യൂണിറ്റി, ഒരു ഇൻകം കൂടുതൽ കിട്ടാനുള്ള സാധ്യത കൂടും. ഇതിനെയാണ് ഞാനിപ്പോൾ പ്രൈമറി ആയിട്ട് എൻ്റെ ജോലികളിൽ കാണുന്നതും അപ്ലൈ ചെയ്തു വരുന്നതും. എനിക്ക് ഇടപെടാൻ സാധിക്കുന്ന മേഖലകളെ ഞാൻ ആദ്യം കണ്ടെത്തും. ആ കണ്ടെത്തുന്ന കാര്യങ്ങളിൽ ഞാൻ ഒരു ചെറിയൊരു റിസർച്ച് നടത്തും. ഓൺലൈനിൽ ഞാൻ ChatGPT എൻ്റെ ചോദ്യങ്ങൾ ചോദിക്കും. അതിന് വരുന്ന മറുപടികൾ എനിക്ക് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ മാനേജ്മെൻറ്റായിട്ട് സംസാരിക്കും. അങ്ങനെയെല്ലാം സംസാരിച്ച് എനിക്കൊരു ധാരണയിൽ എത്തിക്കഴിയുമ്പോൾ എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവരെനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും. ആ പറഞ്ഞു തരുന്ന കാര്യങ്ങളെക്കുറിച്ചും ഞാൻ പഠിച്ചിട്ട് അതും ഗവേഷണപരമായി ഞാൻ ഡോക്യുമെൻറ്റേഷൻ എന്നുള്ള രീതിയിൽ പഠിച്ച് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാകത്തിന് ഞാൻ ആ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും. അപ്പോൾ അത് എൻ്റെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗം എന്ന രീതിയിൽ എന്നിൽ ഇൻസ്റ്റിങ്ക്റ്റ് പോലെ ജനറേറ്റ് ആയി അല്ലെങ്കിൽ വളർന്നു വരികയും ചെയ്തു. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഒരാൾക്ക് ഇൻഡിവിജ്വലി എന്തെല്ലാം ചെയ്യാം, മാർക്കറ്റിംഗ് ഫീൽഡിൽ ഇറങ്ങിയാൽ എന്തെല്ലാം ചെയ്യാമെന്ന് സാധിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയാനായിട്ട് ഇനി പോകുന്നത്. ഉദാഹരണമായിട്ട് പറയാം, ഞാൻ വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോം വരുന്നത് മിന്റ് പ്രോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതിൽ നമുക്ക് എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ്, ഹെൽത്ത്, വെൽത്ത്, ജനറൽ കാറ്റഗറീസ് ഉള്ള ഇൻഷുറൻസ്, ലോൺ അഗെയിൻസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ്, ക്രെഡിറ്റ് കാർഡ്സ്, പേഴ്സണൽ ആക്സിഡൻറ്റ് കെയർ, മ്യൂച്വൽ ഫണ്ട്സ്, ഇതെല്ലാം നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് സെല്ല് ചെയ്യാൻ പ്രോഡക്റ്റ് ഇല്ല, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ചെയ്യുന്ന സെല്ലിന് മാർജിൻ കിട്ടുന്നില്ല. ഈ മാർജിൻ എല്ലാം നമുക്ക് ഓതൻറ്റിക്കേറ്റഡ് ആയിട്ട് കിട്ടുന്നതാണോ എന്ന് നമുക്ക് അറിയില്ല. ഇത്രയധികം കാര്യങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് എനിക്ക് പേ ഔട്ട് കിട്ടിയേക്കുന്നതിൻ്റെ പേരിൽ ഞാൻ ധൈര്യപൂർവ്വം പറയുന്നതാണ്, മിന്റ് പ്രോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആസ് എൻ ഇൻഡിവിജ്വൽ, ഏതൊരു ജോലി ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, അല്ലാത്തവരായിക്കോട്ടെ, സീരിയസ് ആയിട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരായിക്കോട്ടെ, അവർക്ക് അത് മുൻകൈ എടുത്ത് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഉദാഹരണമായിട്ട് തന്നെ ഞാൻ പറയാം, എല്ലാവർക്കും എല്ലാ ഇന്ത്യൻ നിയമപ്രകാരം ഒരു 2 വീലറിനോ 4 വീലറിനോ വെഹിക്കിൾസിന് എല്ലാത്തിനും തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാൻഡേറ്ററി ആണ്. അപ്പോൾ മാൻഡേറ്ററി ആയിട്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ പരിചയത്തിൽ, നമ്മുടെ വണ്ടികൾക്കോ നമ്മുടെ പരിചയത്തിലോ മറ്റുള്ള ഒരു വണ്ടികൾക്കോ ഒരു ഇൻഷുറൻസിൻ്റെ സിറ്റുവേഷൻ വന്നാൽ, റിന്യൂ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നാൽ, നമ്മൾ മിന്റ് പ്രോയിൽ രജിസ്റ്റേർഡ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തത്സമയം അവർക്ക് എടുത്തു കൊടുക്കാനായിട്ട് സാധിക്കും. അത് ഏത് കമ്പനിയുടെ വേണോ ആ കമ്പനിയുടെ നമുക്ക് എടുത്തു കൊടുക്കാനായിട്ട് സാധിക്കും. ഉദാഹരണം പറഞ്ഞ, ഒരു ബൈക്കിൻ്റെ എടുത്തു കൊടുത്താൽ നമുക്ക് 400 രൂപ കിട്ടും. അതുപോലെ ഒരു കാറിൻ്റെ എടുത്തു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 രൂപയുടെ അടുത്ത് കിട്ടും. ഒരു പ്രൈവറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആയിട്ടുള്ള ഒരു 2500 cc താഴെയുള്ള ഒരു എയ്സ് പോലത്തെ വണ്ടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശ്രീറാം പോലെയുള്ള കമ്പനീസ് നമുക്ക് ഓഫർ ചെയ്യുന്നത് 10,680 രൂപയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, സൈഡായിട്ട് നമ്മൾ ഒരു പ്രൊഫഷൻ ചെയ്യുന്നതിനോടൊപ്പം ഇങ്ങനെ ഒരു ഇൻഷുറൻസിൻ്റെ കാറ്റഗറി, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നമുക്ക് ഇതും കൂടെ ഓഫർ ചെയ്യുമ്പോൾ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ടൈമിൽ നമ്മുടെ ബന്ധങ്ങളിൽ നിന്നും തന്നെ നമുക്കൊരു ഏർണിങ്സ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുകയാണ്. ഇത് ഞാനൊരു ഉദാഹരണ സഹിതം പറഞ്ഞതാണ്, ഞാൻ ചെയ്തതായതുകൊണ്ടിട്ട് മാത്രം. പിന്നെ അതിൻ്റെ കൂടെ ഹെൽത്ത് ഇൻഷുറൻസ് വരുന്നുണ്ട്. ഈ ഇൻഷുറൻസിനെ പറ്റി പറയുമ്പോൾ ഞാൻ മറ്റൊന്നോട് പറഞ്ഞോട്ടെ, ഇതൊരു സബ്സ്ക്രൈബർ മോഡൽ ബിസിനസ്സാണ്. വൺസ് ഒരു കസ്റ്റമർ നമ്മുടെ കസ്റ്റമർ ആയി കഴിഞ്ഞാൽ പിന്നെ ആനുവലി അവർ നമുക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ റിന്യൂ ചെയ്യേണ്ട സിറ്റുവേഷൻ അത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവർ വീണ്ടും നമ്മളെ സമീപിക്കണമെങ്കിൽ നമ്മൾ നല്ലൊരു സർവീസ് കൊടുക്കണ്ടേ? ആ സർവീസ് നമ്മൾ നല്ല ഭംഗിയായിട്ട് പക്കയായിട്ട് കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിച്ചാൽ അതാണ് നമ്മുടെ അച്ചീവ്മെന്റ്. ആ അച്ചീവ്മെന്റ് നമുക്ക് തരുന്നത് ആ കസ്റ്റമറിൽ നിന്ന് മറ്റൊരു കസ്റ്റമറിലേക്കുള്ള ഒരു ലീഡ് ആവാം,
അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക കുറച്ചധികം റെക്കമെൻഡേഷൻസ് ആകാം. അത് കൺവേർട്ട് ചെയ്യാനുള്ള സ്കില്ല് കാര്യങ്ങളെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. 100 പേരെ കിട്ടിയാൽ മതി. ആ 100 പേർക്ക് നമ്മൾ നല്ല 100% ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സർവീസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 150 പേരെ അടുത്ത വർഷം കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫീൽഡാണ് ഈ സബ്സ്ക്രൈബർ മോഡൽ ബിസിനസ്സിൽ വരുന്ന ഇൻഷുറൻസ് എന്നുള്ള ഒരു കാറ്റഗറി. ഇന്ന് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ പറഞ്ഞ ഈ പ്ലാറ്റ്ഫോം IRDA റെഗുലേറ്റഡ് ആയിട്ടുള്ള മിന്റ് പ്രോ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. അതിന്റെ ഹെഡ് ഓഫീസ് വരുന്നത് ബാംഗ്ലൂരാണ്. അതുകൂടാതെ 2,30,000 ആക്റ്റീവ് ഏജൻസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം ആൾക്കാർ വർക്ക് ചെയ്യുകയും ഏൺ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്കും ഒരു അവസരമുണ്ട് വർക്ക് ചെയ്യാനായിട്ട്. ഏതൊരു കമ്പനിക്കും മാർക്കറ്റിംഗ് ആണ് ആവശ്യം. നമുക്ക് വേണ്ടത് നമുക്ക് പേ ഔട്ട്സ് ആണ് ആവശ്യം. നമ്മുടെ കാര്യങ്ങൾ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു പോകാൻ. ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആവറേജ് പേ ഒരു 13,000 14,000 ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 പോളിസിയോ 5 പോളിസിയോ ഒക്കെ ചെയ്തിട്ട് ഒരു 5,000 6,000 അല്ലെങ്കിൽ 7,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്ട്രാ ഇൻകം ആണ്. പക്ഷെ ആ ഇൻകത്തിനൊരു പ്രത്യേകത കൂടി ഉണ്ട്. അടുത്ത വർഷം അതേ സമയം നമുക്കത് വീണ്ടും കിട്ടുന്ന ഇൻകം കൂടിയാണ്. അപ്പോൾ ആ രീതിക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ബെറ്റർ ഓപ്ഷനാണ്. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി വരുന്നത് സെഡ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ മുമ്പ് വൺ കോഡ് എന്ന് അറിയപ്പെട്ടിരുന്ന സെഡ് പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതിൽ നമുക്ക് സെല് ചെയ്യാൻ സാധിക്കുന്നത് ക്രെഡിറ്റ് കാർഡ്സ്, ഇതേപോലെ തന്നെ ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് എല്ലാം നമുക്ക് സെല് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ക്രെഡിറ്റ് കാർഡ് സെല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ തരുന്നത് 4,000 രൂപയാണ് മാക്സിമം. മിനിമം തരുന്നത് 1,000 രൂപ. അപ്പോൾ നമ്മൾ സെല്ല് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ സിമ്പിളായിട്ട് സെല്ല് ചെയ്ത് ഇത്ര കിട്ടുമെന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ സെല്ല് ചെയ്യണമെങ്കിൽ ആ പ്രോഡക്റ്റിനെ പറ്റി നമ്മൾ പഠിക്കണം. നമ്മുടെ വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണെന്ന് പഠിക്കും. ആ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണെന്ന് പഠിക്കുമ്പോൾ മിന്റ് പ്രോ എന്നൊരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് തരുന്ന ഓപ്ഷൻ ഫൈനാൻഷ്യൽ അഡ്വൈസർ എന്നുള്ളൊരു ക്രൈറ്റീരിയ ആണ് നമുക്ക് അവർ അഡ്രസ്സ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് തരുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റിനെ പറ്റി പഠിച്ച് അത് സെല്ല് ചെയ്യുന്നവരെ ഫൈനാൻഷ്യൽ അഡ്വൈസർ എന്ന് പറയാം. ഇൻഷുറൻസ് പ്രൊഡക്റ്റ് പഠിച്ച് അതിനെ സെല്ല് ചെയ്യുന്നവരെ ഇൻഷുറൻസ് ഏജന്റ് എന്ന് പറയാം. ഇത് രണ്ടും കൂടി കോമ്പിനേഷൻ ആയിട്ട് കൊണ്ട് നടക്കുന്നവരെ ഫ്രീലാൻസിങ്, ജോലിക്കൊന്നും പോവാതെ പോകുന്നവരാണെങ്കിൽ ഫ്രീലാൻസർ ആണെന്ന് പറയാം. ജോലി ചെയ്തിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നന്നായിട്ട് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നവരാണെന്ന് പറയാം. ഇത് 2 പ്ലാറ്റ്ഫോമാണ് ഞാൻ പറഞ്ഞത്. ഇനി മൂന്നാമത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇപ്പോൾ റീഗൽ ജ്വല്ലറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേരളത്തിൽ ആകമാനം അത്യാവശ്യം എന്നല്ല, നല്ല രീതിയിൽ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ ഒട്ടുമിക്ക ജ്വല്ലേഴ്സിനും ഹോൾസെയിലായിട്ട് പ്രൊഡക്ട്സ് സപ്ലൈ ചെയ്യുന്ന ഒരു ജ്വല്ലറിയാണ്. ആ ജ്വല്ലറി ഇപ്പോൾ ഒരു അവസരം കൊടുത്തിട്ടുണ്ട്. ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവർക്ക് ലീഡ് ജനറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അവരുടെ പ്രോഫിറ്റ് ഷെയർ അവർ ഷെയർ ചെയ്യാനായിട്ട് തയ്യാറാണ്. അപ്പോൾ അതിന് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ റീഗൽ ജ്വല്ലറിനെ സമീപിക്കാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമീപിക്കേണ്ടത് ആരെയാണോ എന്നുള്ളൊരു കാറ്റഗറിയും അവരുടെ ഡീറ്റെയിൽസ് ഏർണിങ്സ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ചാനൽ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു യൂട്യൂബ് ചാനലല്ല ഉള്ളത്. ഇത് ഹോക്കറാസ് എന്നുള്ളത് എൻ്റെ സ്വപ്നമാണ്. അത് എൻ്റെ ജീവിച്ചിരിക്കുന്ന എന്താണ് ഹോക്കറാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനാണ് ഹോക്കറാസ്. കാരണം അത് എൻ്റെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞ് ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഞാൻ നാമകരണം ചെയ്ത് എൻ്റെ കുഞ്ഞാണത്. അപ്പോൾ ആ കുഞ്ഞിന് വേണ്ട ഭക്ഷണം എല്ലാം കൊടുക്കുന്നത്, എൻ്റെ മനസ്സിന് വേണ്ടതെല്ലാം കൊടുക്കുന്നത് ഞാനാണ്. ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു രീതിക്കും കൂടെ ചിന്തിച്ച് പഠിക്കുന്ന കാര്യം പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു എവർഗ്രീൻ കണ്ടന്റാണ് ഞാൻ യൂട്യൂബിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ഷെയർ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി നിങ്ങൾക്കും സാധിക്കും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്കൊരു റവന്യൂ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്വന്തം വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു 500 രൂപ പേ ഔട്ട് വന്നാൽ, തൊട്ടടുത്തവരെ എടുത്ത് കൊടുക്കുമ്പോൾ ഒരു 1000 രൂപ പേ ഔട്ട് വന്നാൽ നിങ്ങൾ അതിന്റെ സാധ്യത കൂടുതൽ മനസ്സിലാക്കും. അപ്പൊ നിങ്ങൾക്ക് സൈഡായിട്ടൊരു ഇൻകം ആയില്ലേ, മറ്റൊരു അലച്ചിൽ കാര്യങ്ങളില്ലാതെ നിങ്ങൾക്ക് അതിനെപ്പറ്റി പഠിക്കാൻ സാധിക്കും. പിന്നെ ഇൻഷുറൻസിന് മറ്റൊരു മഹത്വം കൂടി ഞാൻ പറയാം. ഇന്നത്തെ ഈ ഒരു ജനറേഷനിൽ ഒരു ആക്സിഡന്റ് പറ്റി കഴിയുമ്പോൾ ക്രിട്ടിക്കലി എന്ത് ചെയ്യണം എന്നുള്ള ഒരു അവയർനെസ് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇല്ല. IRDAയുടെ ഒരു എക്സാം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ രജിസ്റ്റേർഡ് ഏജന്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഞാൻ എടുത്തിരിക്കുന്നത് ന്യൂ ഇന്ത്യയുടെ ഏജൻസിയാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അവയർനെസ് കിട്ടും. ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യാം, കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകാം, വീട്ടിലുള്ളവർക്ക് വന്നാലോ നാട്ടിലുള്ളവർക്ക് വന്നാലോ കമ്മ്യൂണൽ സർവീസസിൽ വന്നാലോ എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തവും കൃത്യമായിട്ടുള്ള ഒരു ധാരണ ആ ഒരു കോഴ്സിലൂടെ കിട്ടും.
505 രൂപ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഫേമുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ അവരവിടെ നിന്ന് ഒരു സ്ലിപ്പ് തരും. IRDയുടെ എക്സാം നടക്കുന്നത് പാലാരിവട്ടത്തുള്ള ഒരു ഓഫീസിലാണ്. എക്സാമിനേഷൻ സെന്റർ ഉണ്ട്. 45 മിനിറ്റ് വരുന്ന ഒരു എക്സാമാണ്. അതിൽ ഒരു അത്യാവശ്യം ഒരു Q&A ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാസ് മാർക്ക് ഒരു 15% അല്ലെങ്കിൽ 20%-ന്റെ അടുത്ത് മതി. ആർക്കും തന്നെ നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കിയ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് പോയി കഴിഞ്ഞ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടാവുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണത്. റവന്യൂവും കൂടി ഏൺ ചെയ്യാൻ പറ്റും. സബ്സ്ക്രൈബർ മോഡൽ ബിസിനസ്സും കൂടിയാണ്. അപ്പൊ നമ്മളിവിടെ എന്തെല്ലാം പഠിച്ചു? ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒരു ഐഡിയ പഠിച്ചു. അതുകൂടാതെ നമുക്കൊരു ഏണിംഗ് പൊട്ടൻഷ്യൽ സൈഡായിട്ട് ചെയ്യാവുന്നത് പഠിച്ചു. ഇനി അത് പാസീവ് ആക്കണമല്ല, ആക്റ്റീവായിട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 100 ക്ലയന്റിനെയോ 200 ക്ലയന്റിനെയോ നമ്മളൊന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ 1 ഇയറിൽ നമുക്ക് കിട്ടുന്ന റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ 2 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയിലാണ്. അത് മന്ത്ലി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയാവും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. 2 ലക്ഷം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 15,000-16,000 രൂപ നമുക്ക് കിട്ടുന്ന ഒരു കാറ്റഗറിയിലുള്ള ഒരു വർക്കാണ് ഞാനിപ്പോൾ സിംപ്ലിഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നത്. ഇത് എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. ഞാൻ ചെയ്തിട്ട് എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതും പോളിസീസ് ഞാൻ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഞാൻ നല്ല സർവീസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ സർവീസ് എന്നുള്ളൊരു വാക്ക് പറഞ്ഞപ്പോൾ ഞാൻ പറയാം, നമ്മൾ ഒരു പ്രോഡക്റ്റ് ആയിട്ട് പോയതുകൊണ്ട് കാര്യമില്ല. കാരണം കസ്റ്റമർക്ക് ആവശ്യം ആ സമയത്ത് വേറെ കാര്യമോ. പിന്നെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഒരു ക്ലയന്റിന്റെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് അവരുടെ ബിസിനസ്സാണ്, അല്ലെങ്കിൽ അവരുടെ ജോബാണ്. അവർ സെല് ചെയ്യുന്ന മാർക്കറ്റാണ്. നമുക്ക് മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റ് വേണ്ടവരെ പരിചയം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ലീഡ്സ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് അവരുടെ ഇൻഷുറൻസ്. പ്രധാനമായിട്ടും ബിസിനസ്സുകാരുടെ ഇൻഷുറൻസ് ബിസിനസ്സാണ്. ഞാൻ പഠിക്കുന്നത് ഗൂഗിൾ ബിസിനസ് മാനേജ്മെന്റ്, ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡ് മാനേജ്മെന്റ് എന്നുള്ള കോഴ്സാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യുന്നത് അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഇൻഷുറൻസ് ആയ അവരുടെ ബിസിനസ് പ്രൊമോഷനാണ് ഞാൻ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഏതാണ് ഇൻഷുറൻസ് എന്നുള്ളതെന്ന് നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കണം. നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റ് അല്ല യഥാർത്ഥ ഇൻഷുറൻസ്. കസ്റ്റമർക്ക് ആവശ്യമുള്ള ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സും ആ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ ഇൻഷുറൻസ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ വർക്ക് ചെയ്യാൻ തയ്യാറായി കഴിയുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന മറ്റ് പ്രോഡക്റ്റുകളെല്ലാം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നേക്കാം, ഉപകരിച്ചേക്കാം. പിന്നെ മെഡിക്കൽ ഫീൽഡ് തിരഞ്ഞെടുക്കുമ്പോൾ, ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ ഏത് പാതിരാത്രി വിളിച്ചാലും എൻ്റെ ക്ലയൻറ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ കസ്റ്റമറിൻ്റെ അടുത്ത് ഞാൻ അറ്റൻഡ് ചെയ്യാത്ത, എനിക്ക് പരിചയം പോലും ഇല്ലാത്ത ആരും ആയിക്കോളട്ടെ, ഒരാൾ എന്നെ സാറേ ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടത്, എമർജൻസി എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചിട്ട് വിളിക്കുമ്പോൾ സ്പോട്ടിൽ പോയി കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവർക്ക് വേണ്ട കെയറും പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം ഈ പോളിസി അല്ലെങ്കിൽ ഈ ഒരു ജോലി തിരഞ്ഞെടുത്താൽ മതി. വീട്ടിലിരുന്ന് ജോലി ചെയ്യാന്നൊക്കെ ഉള്ള കാറ്റഗറി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഓൺലൈൻ ജോബൊക്കെ തന്നെയാണ്, പക്ഷെ ഓഫ്ലൈൻ വർക്കാണ്. നന്നായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ആത്മാർത്ഥമായിട്ട് അടുത്ത് ചെന്ന് അവരുടെ സുഖവിവരങ്ങളും കാര്യങ്ങളും അവരുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട് ഒരു എംപത്തറ്റിക് ആറ്റിറ്റ്യൂഡോട് കൂടി നമ്മുടെ കണ്ണുകളെ തുറന്ന് ഹൃദയവും തുറന്ന് സർവീസ് ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കരിയറിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നതോടൊപ്പം നല്ലൊരു വ്യക്തിത്വം നമുക്ക് ബിൽഡ് ചെയ്യാൻ, നല്ലൊരു ജനറേഷനെ നമുക്ക് ബിൽഡ് ചെയ്ത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഞാൻ ഈ ലോകത്തോട് യൂട്യൂബ് ചാനലിലൂടെ വിളിച്ചു പറയുന്നത് അഭിമാനത്തോടു കൂടി പറയുന്നതാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു മൈൻഡോട് കൂടി ഒരാൾ ചെയ്യാൻ തുടങ്ങി, 10 പേര് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബം മാത്രമല്ല രക്ഷപ്പെടാൻ പോകുന്നത്, ഒരുപാട് പേര് രക്ഷപ്പെടും. അപ്പോൾ ഒരു ഫീൽഡിന്റെ കേസ് ഞാൻ ഇതാണ് പറഞ്ഞത്. പിന്നെ ഞാൻ റീഗൽ ജ്വല്ലറിയുടെ പറഞ്ഞു. ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഓൺലൈനായിട്ട് പ്രൊമോട്ട് ചെയ്താൽ നമുക്ക് ഏർണിങ്സ് കിട്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ ഗൂഗിൾ ബിസിനസ് മാനേജ്മെന്റ്, അത് സെപ്പറേറ്റ് ആയിട്ടൊരു പ്രൊഫഷനായിട്ട് എടുത്ത് പഠിച്ച് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ വർക്കിനും ഈടാക്കുന്നത് 15,000-20,000 രൂപയൊക്കെയാണ്. അത് ചെയ്യുന്നവർക്ക് അറിയാം എന്താണെന്നുള്ളത്. ഞാൻ പഠിക്കുന്ന കോഴ്സിന്റെ ഫീസ് തന്നെ വരുന്നത് 1,90,000 രൂപയാണ്. അതിൽ Web3 മാർക്കറ്റിംഗ് വരെ വരുന്നുണ്ട്. നെക്സ്റ്റ് ജെൻ മാർക്കറ്റിംഗ് ആണ്, ബ്ലോക്ക് ചെയിൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന മാർക്കറ്റിംഗ് ടെക്നിക്സ് ഒക്കെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പഠിക്കേണ്ടത് മാൻഡേറ്ററി ആണ്. കാരണം നമ്മൾ അല്ലെങ്കിൽ ഫീൽഡ് ഔട്ട് ആയി പോകും ഈ കാര്യങ്ങളെല്ലാം. പിന്നെ ഞാൻ പഠിച്ച കാര്യങ്ങൾ സ്വാർത്ഥമായിട്ട് ഞാൻ തന്നെ ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്നോട് ചെയ്യുന്നൊരു ചതി ആയതുകൊണ്ടിട്ടാണ് ഞാൻ ലോകത്തോട് വിളിച്ച് പറയുന്നത്. ഞാൻ ഒരു അധ്യാപകനാവാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. പുതിയൊരു തലമുറ വാർത്തെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടിട്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കാം. ഇനി അതിൽ ഇൻഷാല്ല മുന്നോട്ട് പോകാൻ സാധിച്ചാൽ PG എടുക്കാനും ഒരു അധ്യാപനം, ഒരു ഓൺലൈൻ ട്യൂട്ടർ എന്ന നിലയിൽ മുന്നോട്ട് പോകാനൊക്കെ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞാൻ വിദ്യാഭ്യാസം നേടുന്നുണ്ട്. അപ്പൊ ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ
ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. ഇപ്പം ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടാണ് പലരോടും വർക്ക് ചെയ്യുന്നത്. എനിക്ക് കിട്ടുന്ന ലീഡ്സ് ഞാൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് അതിൻ്റെ കമ്മീഷൻ തരും, അവർ സർവീസും കൊടുക്കും. അപ്പം ഞാൻ എൻഷുർ ചെയ്യുന്നത് 2 കാറ്റഗറിയാണ്. ഈവൻ എനിക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിന് എത്താൻ പറ്റും. അപ്പോൾ ഞാൻ അവിടെ സർവീസിൻ്റെ കാര്യത്തിൽ അഷ്യൂർ ചെയ്തില്ലേ. പിന്നെ ഒരു വെഹിക്കിൾ ഇൻഷുറൻസിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് എടുത്ത് കൊടുത്തിട്ട് ക്യാഷ് മേടിച്ചിട്ട് പോന്നാൽ പോരാ. അവരെ ഇൻഷുറൻസ് എടുക്കുന്നത് അവർ ആ വണ്ടി കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ 1 രൂപ ലാഭം തരുന്ന HPPയുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഡ്രൈവ് ട്രാക്ക് പ്ലസിൻ്റെ എന്ന് പറഞ്ഞതുകൊണ്ട് HPPയുടെ ആപ്ലിക്കേഷനും ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ക്രെഡിറ്റ് കാർഡിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് പറയാം, സാറേ ഇന്ന ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ സാറേ എപ്പോഴും ഫ്യൂവൽ അടിക്കുമ്പോൾ ഈ കാർഡ് തന്നെ യൂസ് ചെയ്തോളൂ, 1% വേവ് ചാർജ് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്നത് 1 രൂപയാണ്. 100 രൂപയ്ക്ക് 1 രൂപയാണ് അവർക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ വാല്യൂബിൾ ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻസും കൂടെ നമ്മൾ അവർക്ക് ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഏറ്റവും നല്ലൊരു മാർക്കറ്റിംഗ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. ഹോക്കറാസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാനാണ്, അത് ക്രിയേറ്റ് ചെയ്തേക്കണത് ഞാനാണ്. ഞങ്ങൾ മതപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റർ ന്യൂസ് ഇറ്റ്സ് ക്രിയേഷൻ ബെറ്റർ എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ക്രിയേഷൻസിനെ പറ്റി ബെറ്റർ അവെയർ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം, എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന്. നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ഓൺ ആയിട്ട് നമുക്ക് വാല്യൂബിൾ ആയിട്ട് എന്തെല്ലാം കൊടുക്കാൻ പറ്റുന്നോ അതെല്ലാം നമ്മൾ കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മളിലേക്ക് ഒരാൾ അട്രാക്റ്റഡ് ആവുള്ളൂ. ഹൗ ടു ഇൻഫ്ലുവൻസ് എ പീപ്പിൾ അല്ലെങ്കിൽ ഹൗ ടു ഇൻഫ്ലുവൻസ് ഫ്രണ്ട്സ് എന്നൊക്കെ ഉള്ള കാറ്റഗറിയിൽ പുസ്തകങ്ങളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതെല്ലാം നമുക്ക് വായിച്ച് ഉപയോഗിക്കാം, റിവ്യൂസൊക്കെ കണ്ട് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. പിന്നെ ഞാനൊരു എഴുത്തുകാരനും കൂടിയാണ്, അതും കൂടെ പറഞ്ഞേക്കാലോ. ഹൗക്കറാസ് എന്ന് പറഞ്ഞാൽ ഈ ഹെൽത്ത് ആൻഡ് വെൽത്ത് ക്രിയേഷൻ ആൻഡ് റിട്ടൻഷൻ ഓട്ടോമേറ്റഡ് സിസ്റ്റം എന്നുള്ളൊരു കാറ്റഗറി വന്നത് എൻ്റെ 14 വർഷത്തെ പരിശ്രമം കൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു പേരിലേക്ക് തന്നെ എത്തിയത്. ഈ പേരിൽ വന്നതിൻ്റെ ഒരു അഭിമുഖം അല്ലെങ്കിൽ ആമുഖം പ്രിയാമ്പിളി ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഇതെന്നുള്ളത്. എൻ്റെ ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ എൻ്റെ ഈ ചാനൽ കണ്ടിട്ട് അതിൽ ഉപയോഗമില്ലാത്ത ഒരു കാര്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം എന്തുകൊണ്ടാണ് അത് പറ്റാത്തതെന്ന്. ഇനി നിങ്ങൾക്കത് ചെയ്യണം, പ്രാക്ടിക്കലാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ട എല്ലാ സഹായങ്ങളും സൗകര്യങ്ങളും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ചെയ്തു തരുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്നിവിടെ കൺക്ലൂഡ് ചെയ്യുന്നതാണ്. ബാക്കി കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്.